ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സഹോദരനെ കൊലപ്പെടുത്തിയെന്ന വിവരം വരികയാണ്. കോട്ടയം പൂവന്തുരത്തെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഈ കൊലപാതകമുണ്ടായത്. അസം സ്വദേശികൾ തമ്മിലാണ് തർക്കമുണ്ടാകുന്നതും കൊലപാതകത്തിൽ കലാശിക്കുന്നതും. ഷിനോജ് എസ്റ്റിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷിനോജ്, പോലീസ് എന്താണ് പറയുന്നത്? പ്രതി പോലീസ് കസ്റ്റഡിയിലുണ്ടല്ലോ. അനുസുര, പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കോട്ടയം ഈസ്റ്റ് പോലീസാണ് ഈ പ്രതിയെ നിലയിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പോലീസ് പറയുന്നത് കഴിഞ്ഞ 28-ാം തീയതി പുലർച്ചെ 1:30 കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ തുടങ്ങുന്നത്. ഈ രണ്ടുപേരും സഹോദരങ്ങളാണ്. ഇവർ രണ്ടും പൂവന്തുരത്ത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഒരു സ്വകാര്യ റബ്ബർ കമ്പനിയിൽ ജോലി ചെയ്ത് വരികയാണ്. ഈ പൂവന്തുരത്ത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിരവധിയായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരു മുറിയിലാണ് താമസിക്കുന്നത്. ഈ മുറിയെ ചൊല്ലിയാണ് ഇത്തരത്തിൽ ഈ തർക്കം ഉണ്ടാകുന്നത്. 28-ാം തീയതി പുലർച്ചെ ഈ രണ്ടുപേരും തമ്മിൽ പരസ്പരം വലിയ രീതിയിൽ വാക്കേറ്റവും ചീത്തവിളിയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായി. അതിനുശേഷം ഈ മുറിയുടെ ഭക്ഷണം പാകം ചെയ്യുന്നിടത്ത് വെച്ച്, അടുക്കള എന്ന് പറയാനാകില്ല, ഈ മുറിയുടെ തന്നെ ഒരു ഭാഗമാണ്, ആ ഭാഗത്ത് വെച്ച് ഈ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ അസം സ്വദേശിയായിട്ടുള്ള നയൻ ബർവ, 32 വയസ്സാണ് പ്രായം, ചേട്ടനായിട്ടുള്ള ഈ നയൻ ബർവയുടെ ചേട്ടനായിട്ടുള്ള മഹാൻ ബർവയെ നെഞ്ചിൽ ഇടിക്കുകയായിരുന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ അപ്പോൾ തന്നെ ഈ മഹാൻ ബർവ ഈ മുറിക്കുള്ളിൽ വീണു. തുടർന്ന് സമീപത്തിലുണ്ടായിരുന്ന ഈ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ തന്നെ ഒപ്പം ചേർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഈ മഹാൻ ബർവയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ പ്രദേശവാസികളും ഒപ്പം തന്നെ ഈ സമീപത്ത് താമസിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ പോലീസിന് എന്താണ് സംഭവിച്ചത് സംബന്ധിച്ചൊക്കെ തന്നെ മൊഴികൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സഹോദരനായിട്ടുള്ള നയൻ ബർവയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ശരി, ഷിനോജ് എസ്റ്റിയാണ് കോട്ടയത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.